ഈ രണ്ടെണ്ണം sp3 മൂന്നെണ്ണം വരുമ്പോ എങ്ങനെ വരും? സാലിഹ്, എന്തുകൊണ്ടാ പിക്ക് 25%, സോറി എസിന് 25 പിക്ക് 75 വന്ന sp3 100നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 100നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് എസിന് 25 കൊടുത്തു, പിക്ക് 75. പിക്ക് എങ്ങനെ 75 കൊടുത്തേ? 3 പി ഇല്ല, 3 പി ഉണ്ട്. ഓരോരുത്തർക്ക് 25% വെച്ചപ്പോ 3 പി ഉള്ളതുകൊണ്ട് 25 × 3 75. യെസ്, അപ്പൊ നമ്മൾ ഇന്നലെ ഹൈബ്രിഡൈസേഷൻസ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഹൈബ്രിഡൈസേഷൻസും കഴിഞ്ഞു. ദെൻ അതിനകത്ത് എക്സെപ്ഷണൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ 2 സംഗതിയാണ്. ഒന്ന് വാട്ടറിന്റേത്, ഒന്ന് അമോണിയയുടേത്. വാട്ടറിന്റെയും അമോണിയയുടെയും ഹൈബ്രിഡൈസേഷൻ എന്താ? sp3. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. പക്ഷെ അവിടെ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വാട്ടറിൽ 2 ഉണ്ട്, ഓക്സിജനിൽ, നൈട്രജനിൽ ഒരു സെറ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് എന്നാ സംഭവിക്കും? ടെട്രാഹെഡ്രൽ ജോമെട്രി കിട്ടത്തില്ല, റിപ്പൾഷൻ നടക്കും, ബോണ്ട് ആംഗിൾ കുറയും. വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ 104.5 ആൻഡ് അമോണിയ 107. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. യെസ്, അപ്പൊ നമ്മൾ ഇത്രയും ഹൈബ്രിഡൈസേഷൻസ് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഏറ്റവും ഫസ്റ്റ് പഠിച്ച തിയറി VACPR തിയറി. അതിനുശേഷം VACPR തിയറിയിൽ ജസ്റ്റ് റിപ്പൾഷന്റെ ബേസിൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞു. VB തിയറിക്കകത്ത് നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടായത് എന്നുള്ള കാര്യം പറഞ്ഞു. ഓർബിറ്റലുകളുടെ ഓവർലാപ്പ് വഴിയായിട്ടാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. Then move on to the next theory, that is molecular orbital theory. Molecular orbital theory. Molecular orbital theory. Molecular orbital theoryക്ക് നമ്മള് MO തിയറം, MOT എന്ന് പറയാറുണ്ട്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിക്ക് VSEPR തിയറി എന്ന് പറയും. വാലൻസ് ബോണ്ട് തിയറിക്ക് VB തിയറി എന്ന് പറയും, VB. അപ്പൊ അതുപോലെ തന്നെ മോളിക്കുലർ ഓർബിറ്റൽ തിയറിക്ക് പറയുന്നതാണ് MO തിയറം, MOT എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി? ഓക്കെ, ഓൾറെഡി നമുക്കറിയാം എങ്ങനെയാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. നസ്രിൻ എങ്ങനെയാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്? യെസ്, ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. യെസ്, അഫ്ല BB തിയറി വഴി നമ്മൾ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഓർബിറ്റലുകൾ തമ്മിൽ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ആറ്റമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ ആ ഓർബിറ്റൽ നമ്മൾ പറയുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് പറയുന്നത്. യെസ്, ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇലക്ട്രോൺസ് എവിടെ ഇരിക്കുന്നേ? ആൻമരിയ, ആറ്റത്തിൽ എവിടെ ഇലക്ട്രോൺസ് ഇരിക്കുന്നേ? ഷെല്ലിന്റെ ഉള്ളിൽ എവിടെ ഇരിക്കുന്നവര്? ഓർബിറ്റൽസില്. യെസ്, ഓർബിറ്റൽസ്. ഓർബിറ്റിൽ ഉള്ള ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അവരെ നമുക്ക് ആറ്റോമിക് ഓർബിറ്റൽസ് എന്ന് വിളിക്കാം. യെസ്, അപ്പൊ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആറ്റോമിക് ഓർബിറ്റൽസിൽ ആയിരിക്കും. അപ്പൊ ഈ ആറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്താൽ പിന്നെ ആ ഓർബിറ്റലിനെ നമുക്ക് മോളിക്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ആറ്റം ഇല്ല. ആറ്റം തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്തു. പിന്നെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എവിടെയായിരിക്കും? മോളിക്കുലാർ ഓർബിറ്റൽസിലായിരിക്കും ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ആദ്യം ആറ്റത്തിന്റെ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇരുന്നു. അപ്പൊ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന സമയത്ത് പിന്നീട് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസിലായിരിക്കും. എങ്ങനെയാണ് ആറ്റംസ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്? ആറ്റമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. യെസ്,
ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഇനി എന്തുമാത്രം മോളിക്യുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യണം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ആറ്റമിക് ഓർബിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. നമുക്കറിയാം ഓൾറെഡി ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചതാ. ഒരു എസും ഒരു പിയും കൂടെ ജോയിൻ ചെയ്താൽ മൊത്തം എത്രണ്ണം ഉണ്ടാകും? 2 sp ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ എത്ര മോളിക്യുലാർ ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു അത്രയും തന്നെ മോളിക്യുലാർ ഓർബിറ്റൽസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഈക്വൽ നമ്പർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. 2 പേര് കമ്പൈൻ ചെയ്താൽ 2 എണ്ണം ഉണ്ടാകും. 4 പേര് കമ്പൈൻ ചെയ്താൽ 4 മോളിക്യുലാർ ഓർബിറ്റൽസ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവ ഉണ്ടാകുന്നവരിൽ തന്നെ 2 സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. 2 സെറ്റ്. ദാറ്റ് മീൻസ് ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് 2 ടൈപ്പ് മോളിക്യുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. ടോട്ടൽ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ തന്നെയാണ് കേട്ടോ. പറഞ്ഞുതരാം. 2 ടൈപ്പ് മോളിക്യുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. 2 ടൈപ്പ് മോളിക്യുലാർ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ലെസ് എനർജിയും ഒരെണ്ണത്തിന് ഹയർ എനർജിയും ആയിരിക്കും. ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്താൽ ഒരു സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽസിന് എനർജി കൂടുതലായിരിക്കും, ഒരു സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽസിന് എനർജി കുറവായിരിക്കും. യെസ്, ഇതിന്റെ അകത്ത് ലെസർ എനർജി സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾ? ഇത്ര നേരം എഴുതിയത് കണ്ടില്ലേ നിങ്ങള്? ഇപ്പൊ പോയുള്ളൂ ടീച്ചർ. യെസ് യെസ്. അപ്പൊ ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് 2 സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. 2 എണ്ണം എന്നല്ല നിങ്ങൾ പഠിക്കേണ്ടത്, 2 സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഒരു സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽസിന് എനർജി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഒരു സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽസിന് എനർജി എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. മോളിക്യുലാർ ഓർബിറ്റൽസ് ഓഫ് ലെസ് എനർജി, അനദർ സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽ. നമ്മൾ ആറ്റമിക് ഓർബിറ്റൽസിന് AO എന്നും മോളിക്യുലാർ ഓർബിറ്റലിന് MO എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. യെസ്, ഒരു സെറ്റ് മോളിക്യുലാർ ഓർബിറ്റൽസിന് ഹൈ എനർജിയും ആയിരിക്കും. ഈ ലെസ് എനർജിയുള്ള മോളിക്യുലാർ ഓർബിറ്റൽസിനെ നമ്മൾ ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ എന്നും ഹൈ എനർജി ഉള്ളവരെ നമ്മൾ ആന്റി ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ എന്നും വിളിക്കും. ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ BMO, ആന്റി ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ ABMO ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. യെസ്, അപ്പം ഇലക്ട്രോൺസ് ഇരിക്കുന്നത് ആറ്റത്തിന്റെ ഓർബിറ്റൽസിലാണ്. ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്താൽ പിന്നീട് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് മോളിക്യുലാർ ഓർബിറ്റൽസിലായിരിക്കും. മോളിക്യുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. ദ നമ്പർ ഓഫ് മോളിക്യുലാർ ഓർബിറ്റൽസ്, എന്തോരം മോളിക്യുലാർ ഓർബിറ്റൽസ് ഉണ്ടാകണം എന്നുള്ളത് എത്ര ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നോ അത്രയും തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്നവരില്
ഈക്വൽ സെറ്റ്, അതായത് പകുതി സെറ്റിന് എനർജി കൂടുതലായിരിക്കും, പകുതി സെറ്റിന് എനർജി കുറവായിരിക്കും. എനർജി കുറവുള്ളവരെ നമ്മൾ ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ എന്ന് വിളിക്കും. എനർജി കൂടുതൽ ഉള്ളവരെ നമ്മൾ ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. യെസ്, ഇനി നമുക്കിവിടെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ആറ്റത്തിന്റെ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഏതൊക്കെയാ ദൽവാൻ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് ബേസിലാണ്. യെസ്, ഓഫ് പ്രിൻസിപ്പിൾ, Pauli's exclusion principle, Hund's rule of maximum multiplicity. 3 പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദേവിക ടീച്ചർ വീഡിയോ ഓഫ് ആണല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. അപ്പം ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഓഫ് പ്രിൻസിപ്പിൾ, ഈ 3 കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അത് ഓരോ ആറ്റത്തിനുമാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യുലർ ഓർബിറ്റൽസ് ഫോം ചെയ്താൽ പിന്നീട് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു മോളിക്യൂളിന്റെ ഓർബിറ്റലിലാണെന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത് ഇതേ സെയിം പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. മോളിക്യുലർ ഓർബിറ്റൽസ്, അതായത് മോളിക്യൂൾസ് ഫോം ചെയ്താൽ അവർക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അത് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് ഇതേ സെയിം പ്രിൻസിപ്പിൾസ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. ദ മോളിക്യുലർ ഓർബിറ്റൽസ് ആർ ഫിൽഡ് accordance with the molecular orbitals are filled in accordance with the Aufbau principle, then Hund's rule and Pauli's exclusion principle. ഈ 3 പ്രിൻസിപ്പിളിന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ഇലക്ട്രോണുകളെ മോളിക്യൂൾസിന്റെ അകത്ത് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. അറ്റോമിക് ഓർബിറ്റൽസിന് 2 എണ്ണമാക്കി പറഞ്ഞില്ല, അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. BMOയും ABMOയും. അതായത് നമ്മൾ പറഞ്ഞു ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അതായത് ആറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. മോളിക്യൂൾസ് ഫോം ചെയ്താൽ പിന്നെ അവിടെ എന്തുണ്ട്? മോളിക്യുലർ ഓർബിറ്റൽസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ആറ്റത്തിന്റെ ഓർബിറ്റൽ ഉണ്ട്, അത് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളത് ആറ്റമിക് ഓർബിറ്റൽസ് അല്ല, മോളിക്യുലർ ഓർബിറ്റൽസ് ആയിരിക്കും. ഈ ഉണ്ടാകുന്ന മോളിക്യുലർ ഓർബിറ്റൽസിൽ നമ്മൾ എത്ര ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു അത്രയും മോളിക്യുലർ ഓർബിറ്റൽസ് തന്നെ അവിടെ ഉണ്ടാകുന്നത്. അതായത് ഇവ 2 ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് 2 മോളിക്യുലർ ഓർബിറ്റൽസ് കിട്ടും. 4 ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ 4 മോളിക്യുലർ ഓർബിറ്റൽസ് കിട്ടും. എത്രയെങ്കിലും കിട്ടിക്കോട്ടെ, ഇവ 2 ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് 2 മോളിക്യുലർ ഓർബിറ്റൽസ് നമുക്ക് കിട്ടിയാൽ അതിൽ ഒരെണ്ണത്തിന് എനർജി കുറവായിരിക്കും, ഒരെണ്ണത്തിന് എനർജി കൂടുതലായിരിക്കും. എനർജി കുറവുള്ളവര്, അവർക്ക് എനർജി കുറവാണെങ്കിൽ സ്റ്റേബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. എനർജി കുറവുള്ളവരെ നമ്മൾ ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. എനർജി കൂടുതലുള്ളവരെ നമ്മൾ ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? യെസ്. ഇനി ഈ മോളിക്യുലർ ഓർബിറ്റൽസ് ഫോം ചെയ്താൽ നമ്മൾ പിന്നെ അവിടെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആറ്റത്തിൽ ഇരുന്ന ഇലക്ട്രോൺസ് മോളിക്യൂൾ ഫോം ചെയ്താൽ പിന്നെ മോളിക്യുലർ ഓർബിറ്റൽസിലാണ് ഇരിക്കുന്നത്. ഈ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഇലക്ട്രോണിക് കോൺഫിഗറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന 3 പ്രിൻസിപ്പിളുകൾ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. യെസ്, തമന്ന പറഞ്ഞ് എന്തായിരുന്നു ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതിനനുസരിച്ച് ഫില്ല് ചെയ്തോണ്ട് എങ്ങനെ അതിനനുസരിച്ച് ഫില്ല് ചെയ്യും? 1:2:2 ഫിസിക്സ്. മനസ്സിലായി. എന്തിന്റെ ബേസിലാണ് അവരെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്? എന്തിന്റെ ഓർഡറിലാണ്? അലീഫ അലീഫ അലീഫ
ആലിയ എനർജിയുടെ ബേസ് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്താൽ അതാണ് ഓപ്പോ പ്രിൻസിപ്പിൾ. എന്താണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി? അനീസ. ടീച്ചർ ഓരോ ഷെല്ലിലും 2s വെച്ച് കൊടുക്കുന്നില്ല, ഓരോ ഓർബിറ്റലിലും മാക്സിമം 2 ഇലക്ട്രോൺ വെച്ച് ഫില്ല് ചെയ്യണം. കൊടുക്കും. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതല്ല, ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിനെ കൊടുക്കണം എന്നല്ല പറയുന്നത്. ഈ ഏറ്റവും എനർജി കൂടിയത് ഏതാന്ന് നോക്കണേയാണോ? അല്ല. അബിയ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. നിങ്ങൾ നേരത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ചാപ്റ്ററും റിലേറ്റഡാ. ഖദീജ. Pairing only after single occupation. Pairing only after single occupation. ആദ്യം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക, അതിനുശേഷം മാത്രമേ പെയർ ചെയ്യാൻ പാടുള്ളൂ. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഒരുപോലെ കൊടുക്കുക എന്നുള്ളത്. സോജു, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണ്? No two number can have 4 quantum numbers. No two electrons can have all the 4 quantum numbers are? All the 4 quantum numbers are No two electrons all the quantum numbers. അതിന് ബാക്കിയൊന്നുമില്ല. അല്ല, no two electron can have 4 സെയിം quantum numbers. ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഒരുപോലെയുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാകത്തില്ല. ഒരു മിനിറ്റ്. ഒരുപോലെയുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാകത്തില്ല. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇവിടെയും അതേ റൂളുകൾ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോണുകളെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് വേഗം എടുത്ത് പേജ് നമ്പർ 123. പേജ് നമ്പർ 123. എല്ലാവരും ലെക്ചർ നോട്ട് വൃത്തിയായിട്ട് എഴുതി എടുക്കുന്നില്ലേ? പേജ് നമ്പർ 125, നോട്ട് 123. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 125. 4.7 മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. അത് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റുകളുടെ പേര് എഫ് ഹണ്ട് ആൻഡ് RS മുള്ളിക്കൻ. എഫ് ഹണ്ടും RS മുള്ളിക്കനും കൂടെ ചേർന്നിട്ടാണ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 7 ഫീച്ചേഴ്സ്. അദീന ആദ്യത്തെ 2 ഫീച്ചേഴ്സ് വായിച്ചേ. The electrons in a molecule are present in the various molecular orbitals as the electrons of atoms are present in the various atomic orbitals. The electrons in a molecule are present in the various molecular orbitals as the electrons of the atoms are present in various atomic orbitals. ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്താൽ ആറ്റത്തിന്റെ ഓർബിറ്റലിൽ ഇരിക്കുന്നത് ഇലക്ട്രോൺ ആറ്റമിക് ഓർബിറ്റലിൽ ഇരിക്കുന്നത് പോലെ തന്നെ പിന്നീട് മോളിക്യൂൾ ഫോം ചെയ്താൽ മോളിക്കുലർ ഓർബിറ്റലിലായിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവുക. സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഫാത്തിമത്ത്. സെക്കൻഡ് ഫീച്ചർ. Atomic orbitals of comparable energies and proper symmetry combine to form molecular orbitals. തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ആറ്റമിക് ഓർബിറ്റൽസുകൾ തമ്മിൽ ഏകദേശം ഒരേ എനർജി ആയിരിക്കണം, ഏകദേശം ഒരേ സിമെട്രി ആയിരിക്കണം. ഏകദേശം ഒരുപോലെയുള്ളവർ തമ്മിലാണ് പ്രോപ്പർ സിമെട്രി ഉള്ളവർ തമ്മിലെ കമ്പൈൻ ചെയ്യുള്ളൂ. എസും കൂടെ കമ്പൈൻ ചെയ്യുള്ളൂ, പിയും കൂടെ കമ്പൈൻ ചെയ്യുള്ളൂ. അതാ പറയുന്നത്. എസും പിയും കൂടെ അല്ല കമ്പൈൻ ചെയ്യുന്നത്, എസും കമ്പൈൻ ചെയ്യും, പിയും കമ്പൈൻ ചെയ്യും, പിഎക്സും കൂടെ കമ്പൈൻ ചെയ്യും, പിവൈയും കൂടെ കമ്പൈൻ ചെയ്യും. പ്രോപ്പർ സിമെട്രിയും കമ്പയറബിൾ എനർജിയും തമ്മിൽ ഉള്ളവരാണ് കമ്പൈൻ ചെയ്യുന്നത്. കാൽവിൻ, തേർഡ് പോസ്റ്റുലേറ്റ്. While an electron in an atomic orbital is influenced by one nucleus, in a molecular orbital it is influenced by 2 or more nuclei, depending upon the number of atoms in the molecule. Thus, an atomic orbital is
monocentric while a molecular orbital is polycentric. യെസ്, ഇത്രേ മക്കളെ പറയുന്നുള്ളൂ. ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ആറ്റമിക് ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. കാരണം ഏത് ആറ്റം നമ്മൾ എടുത്താലും അവർക്ക് ആകെപ്പാടെ ഒരു ന്യൂക്ലിയസേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആറ്റത്തിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിന്റെ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. പക്ഷെ മോളിക്യൂൾ ആയി കഴിയുമ്പോഴോ അതിന്റെ അകത്ത് മോർ ദാൻ 1 ആറ്റംസ് ഉണ്ട്. അപ്പൊ മോളിക്യുലർ ഓർബിറ്റലുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ന്യൂക്ലിയസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ വാട്ടർ എടുക്കുവാണെങ്കിൽ വാട്ടറിൽ 3 ആറ്റം ഉണ്ട്, 2 ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പം ആ വാട്ടറിന്റെ മോളിക്യുലർ ഓർബിറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ 3 ആറ്റത്തിന്റെയും ന്യൂക്ലിയസ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ന്യൂക്ലിയസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെന്ററിനെ മാത്രമേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മൾ അവരെ മോണോസെൻട്രിക് എന്ന് വിളിക്കും. മോർ ദാൻ 1 ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്താലേ എന്തായാലും മോളിക്യൂൾസ് ഉണ്ടാകുള്ളൂ. അപ്പൊ മോർ ദാൻ 1 ന്യൂക്ലിയസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവരെ നമ്മൾ പോളിസെൻട്രിക് എന്നായിരിക്കും വിളിക്കുന്നത്. പോളിസെൻട്രിക്, മോർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസെൻട്രിക്. യെസ്, മനസ്സിലായോ പറയുന്നത്? യെസ്. നാലാമത്തെ പോസ്റ്റുലേറ്റ് ഫർസീൻ. ഫർസീൻ, number of orbitals formed is equal to the number of containing atomic orbitals. When 2 atomic or combined molecular orbitals are formed, bonding orbitals, the other is the anti-bonding molecular orbital. യെസ്, അടുത്ത പോസ്റ്റുലേറ്റ് കൂടെ വായിച്ചേ. The bonding molecular orbital has orbital has energy and heavy than corresponding anti-bonding molecular orbital. യെസ്, അവിടെ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളിപ്പോ പറഞ്ഞത് തന്നെ എത്ര മോളിക്യുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യണം എന്നുള്ളത് കമ്പൈൻ ചെയ്യുന്ന ആറ്റമിക് ഓർബിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2 ആറ്റമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്താൽ 2 മോളിക്യുലർ ഓർബിറ്റൽസ് അവിടെ ഉണ്ടാകും. ഒന്ന് ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും ഒന്ന് ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും. ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിന് എനർജി കുറവാണ്, എനർജി കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ആണെങ്കിൽ എനർജി കൂടുതലായിരിക്കും, അപ്പൊ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. യെസ്. Then 6th postulate ഞാൻ വായിക്കാം. Just as the electron probability distribution around the nucleus in an atom is given by an atomic orbital, the electron probability distribution around a group of nuclei in a molecule is given by molecular orbital. Atomic orbital എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമായിരിക്കും ഇരിക്കുന്നത്. മോളിക്യുലർ ഓർബിറ്റൽ ആകുമ്പോഴോ മോർ ദാൻ 1 ന്യൂക്ലിയസിന് ചുറ്റുമായിരിക്കും ഓർബിറ്റലുകൾ ഉണ്ടാവുന്നത്. കാരണം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കുറെ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. Then the last one, the molecular orbitals like atomic orbitals are filled in accordance with the Oppo principle, obeying the Pauli's exclusion principle and Hund's rule. Molecular orbitals fill ചെയ്യുന്നത് ഈ പ്രിൻസിപ്പലുകളുടെ ബേസിസിൽ ആണ്. ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഒന്ന് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യം എന്തായാലും എഴുതണം. ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. അത് നമുക്ക് എഴുതാൻ പറ്റും. ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ മോളിക്യുലർ ഓർബിറ്റൽസ് ഉണ്ടാകും. പ്രോപ്പർ സിമെട്രിയും കമ്പയറബിൾ എനർജിയും ഉള്ള ആറ്റമിക് ഓർബിറ്റലുകളാണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ. The number of molecular orbitals formed is equal to the number of atomic orbitals combined. എത്ര ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നോ അത്രയും മോളിക്യുലർ ഓർബിറ്റൽസ് ഉണ്ടാകും. അതിൽ ഒരു സെറ്റിനെ നമ്മൾ ബോണ്ടിങ് എന്നും അടുത്ത സെറ്റിനെ ആന്റി ബോണ്ടിങ് എന്നും വിളിക്കും. അത് നിർബന്ധമായിട്ട് എഴുതണം. ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ, ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ. ബോണ്ടിങ്ങിന് എനർജി കുറവാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. ആന്റി ബോണ്ടിങ്ങിന് എനർജി കൂടുതലായിരിക്കും, അപ്പൊ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പിന്നെ എഴുതുന്നത് ഒരു പോയിന്റും കൂടി ഉള്ളൂ. മോളിക്യുലർ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്ന പ്രിൻസിപ്പിളുകൾ ഏതൊക്കെ പ്രിൻസിപ്പിളുകളുടെ ബേസിലാണ്? ഓപ്പോ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. യെസ്, ഇത്രയും ഫീച്ചേഴ്സ് ക്ലിയർ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? യെസ്. അപ്പൊ ഇനി എങ്ങനെയാണ് മോളിക്യുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് മോളിക്യുലർ ഓർബിറ്റൽസ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. എങ്ങനെയാണ് വരിക മോളിക്യുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്? ആര് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാ? ആറ്റമിക് ഓർബിറ്റൽസ്. യെസ്, ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഇത്രയും കാര്യം നമുക്ക് എന്തായാലും അറിയാം. അത് തന്നെയാണ് നമ്മൾ ഇനി പറയുന്നത്. അതിന്റെ ഡയഗ്രാം കൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ. സോ നെക്സ്റ്റ്, molecular orbital formation or formation of molecular orbital. Formation of molecular orbitals.
അല്ലെങ്കിൽ അതിനെ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കാം, ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ, അതായത് LCAO എന്ന് വിളിക്കും. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ്. നമുക്കറിയാവുന്ന കാര്യം തന്നെ ഇച്ചിരി ഭംഗിക്ക് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ. ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു, ചെയ്താൽ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതാണ് നമ്മൾ ചുമ്മാ എഴുതി വെച്ചത്, ഫോർമേഷൻ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്. യെസ്, linear combination of molecular orbitals. Okay. ഇവിടെ നമ്മള് ആറ്റമിക് ഓർബിറ്റലുകളെ അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഒരു ഇക്വേഷൻ മാത്രമായിട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒരു ഇക്വേഷനും ഒരു ഡയഗ്രാമും മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. യെസ്, ഇവിടെ നമ്മൾ ഓർബിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് നമ്മളെ സൈ എന്നാണ് പറയുന്നത്. സൈ. ആറ്റോമിക് ഓർബിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ട്, സൈ എന്ന് വിളിക്കും. സൈ. സൈ. ഇതിനെ നമ്മള് വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. വേവ് ഫംഗ്ഷൻ. ആറ്റമിക് ഓർബിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന സൈ. ഇത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഫിസിക്സിലൊക്കെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് കേട്ടിട്ടില്ലേ? ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പറയുന്നത്, അത് തന്നെ ഇവിടെയും പറയുന്നത്. നിങ്ങൾ അത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ഷ്രോഡിഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഈ ആറ്റമിക് ഓർബിറ്റലുകളെ സൈ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എവിടെ എടുക്കുന്നത് എങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും? നമ്മൾ പറഞ്ഞു ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ രണ്ട് ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഏതൊക്കെയാടല്ല അത്? ഏതൊക്കെയാ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്? ഹൈ എനർജി. ഹൈ എനർജി ഉള്ളവരെ അവരെ വിളിക്കുന്ന പേരെന്താ? ഹൈ എനർജി ഉള്ള ഓർബിറ്റലുകൾ ഏതാ? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അത് ലെസ് എനർജി. ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഹൈ എനർജി. യെസ്, ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ടാകും, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ടാകും. ഇവിടെ നമ്മൾ ആറ്റമിക് ഓർബിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണെന്ത്? സൈ എന്ന് പറയുന്നത്. യെസ്, അപ്പൊ നമ്മൾ രണ്ട് ആറ്റമിക് ഓർബിറ്റൽസുകൾ എടുക്കുകയാണ്. ഒന്ന് എ എന്ന് പറയുന്ന ഒരു ആറ്റമിക് ഓർബിറ്റലും ഒന്ന് ബി എന്ന് പറയുന്ന ആറ്റമിക് ഓർബിറ്റലും. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ആറ്റമിക് ഓർബിറ്റലിനെ സൈ എ എന്ന് വിളിക്കാം. ബി എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഓർബിറ്റലിനെ ഞാൻ സൈ ബി എന്ന് വിളിച്ചു. സൈ എയും സൈ ബിയും ആറ്റമിക് ഓർബിറ്റൽസ് ഓഫ് എ ആറ്റം ആൻഡ് ആറ്റമിക് ഓർബിറ്റൽസ് ഓഫ് ബി ആറ്റം. ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മോളിക്കുലാർ ഓർബിറ്റൽ കിട്ടുന്നത്. അതിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സൈ എംഒ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സൈ എയും സൈ ബിയും കൂടെ കമ്പൈൻ ചെയ്ത് സൈ എംഒ അവിടെ ഉണ്ടാകും. ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകും. ഒന്ന് ബോണ്ടിങ്ങും ഒന്ന് ആന്റി ബോണ്ടിങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം രണ്ടെണ്ണം ഉണ്ടാകും. അതായത് നമ്മൾ അതിന്റെ കോമ്പിനേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? സൈ എ പ്ലസ് ഓർ മൈനസ് സൈ ബി ഈക്വൽ ടു, ഇത് ഈക്വൽ ടു ആക്കി കൊടുക്കുക കേട്ടോ, ഈ അരമാർക്ക് വേണ്ട, ഈക്വൽ ടു. യെസ്, സൈ എ പ്ലസ് ഓർ മൈനസ് സൈ ബി ഇസ് ഈക്വൽ ടു സൈ എംഒ. ഇതാണ് ആ ഇക്വേഷൻ. അതായത് എയും ബിയും കൂടി കമ്പൈൻ ചെയ്താൽ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകും. എന്താ ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹരിഗോവിന്ദ്, പ്ലസ് ഓർ മൈനസ് എന്താ? അഡീഷനും സബ്ട്രാക്ഷനും. യെസ്, അഡീഷനും ഉണ്ട് സബ്ട്രാക്ഷനും ഉണ്ട്. അത് തന്നെ ഇവിടെ പറയുന്നത്. ഇത്രേ ഉള്ളൂ. സൈ എയും സൈ ബിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സൈ ബി എംഒ ആയിരിക്കും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും. സൈ എയും സൈ ബിയും കൂടി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സൈ എ ബി എംഒ ആയിരിക്കും. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആയിരിക്കും. സൈ എ
plus psi b gives psi b MO and psi a minus psi b ആണെങ്കിൽ psi ab MO. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാകുന്നുണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും ഉണ്ടാകുന്നുണ്ട്. അഡീഷൻ വഴിയാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. അഡീഷൻ. സബ്ട്രാക്ഷൻ വഴിയായിട്ടാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. യെസ്. ഇനി ഈ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകളെ അല്ലെങ്കിൽ psi a plus psi b എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. ഇവരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എന്ന് റെപ്രസെന്റ് ചെയ്യും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യും. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ സിഗ്മ സ്റ്റാർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണെങ്കിൽ അവരെ നമ്മൾ സിഗ്മ സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്യും. സിഗ്മ ബോണ്ട് ആണെങ്കിൽ അവരെ നമ്മൾ സിഗ്മ എന്ന് റെപ്രസെന്റ് ചെയ്യും കേട്ടോ. പൈ ആണെങ്കിൽ നമ്മൾ അവരെ പൈ എന്നും പൈ സ്റ്റാർ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോ. 3 ടൈപ്പ് ഉണ്ട്. സിഗ്മ ഉണ്ട്, സിഗ്മ സ്റ്റാർ ഉണ്ട്. പൈ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ പൈയും ഉണ്ടാകാം, പൈ സ്റ്റാറും ഉണ്ടാകാം. ഇത്ര ഓർത്താൽ മതി. സ്റ്റാർ ഇല്ലാത്തവരെല്ലാം ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, സ്റ്റാർ ഉള്ളവര് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകളാണ് ചുമ്മാ നോർമൽ സിഗ്മയും പൈയും. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് സിഗ്മ സ്റ്റാറും പൈ സ്റ്റാറും. യെസ്, ഇത്രേ പറയുന്നുള്ളൂ. നമുക്ക് അറിയാവുന്നത് തന്നെ ഒരു ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഒരു ടേം കയറി വന്നത് സൈ ആണ്. സൈ റെപ്രസെന്റ് ചെയ്യുന്നത് ആറ്റോമിക് ഓർബിറ്റൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. psi a പ്ലസ് ഓർ മൈനസ് psi b വഴിയാണ് psi MO ഉണ്ടാകുന്നത്. അഡീഷൻ വഴിയാണെങ്കിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്, സബ്ട്രാക്ഷൻ വഴിയാണെങ്കിൽ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ സ്റ്റാർ. സിഗ്മ സ്റ്റാർ. ഓക്കെ. അപ്പൊ നമുക്കിനി ഒരു എക്സാമ്പിളും കൂടെ നോക്കാം, എങ്ങനെയാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് ആരൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് നിമ എങ്ങനെയാ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നേ? 2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഹൈഡ്രജൻ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അറിയാം. അപ്പൊ നമുക്ക് സിമ്പിളി ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ ഒന്ന് എഴുതി നോക്കാം. യെസ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രജനും ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകും. ഒരു ഹൈഡ്രജൻ ആറ്റം വേറൊരു ഹൈഡ്രജൻ ആറ്റം അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകും. യെസ്. അപ്പൊ ഇനി പറഞ്ഞേ ഹൈഡ്രജന്റെ അകത്തുള്ള ഓർബിറ്റൽ ഏതാ നന്ദന? നന്ദന, ഹൈഡ്രജന്റെ ഓർബിറ്റൽ ഏതാ? എസ് ഓർബിറ്റൽ. ഏത് എസ്? 1s ആണോ 2s ആണോ 3s ആണോ? ഏത് എസ് ഉള്ള ഹൈഡ്രജന്? ഹൈഡ്രജൻ. യെസ്, ഹൈഡ്രജൻ 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? നന്ദന, 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? യെസ്, ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1. അപ്പൊ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? അപ്പം ഇവിടെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ആറ്റോമിക് ഓർബിറ്റലുകൾ ആരൊക്കെയാണ് നസ്ര? 2 ഹൈഡ്രജൻ തമ്മിൽ കമ്പൈൻ ചെയ്താൽ അവിടെ കമ്പൈൻ ചെയ്യുന്ന ആറ്റോമിക് ഓർബിറ്റലുകൾ ഏതൊക്കെയായിരിക്കും? 1s. ഒരു ഹൈഡ്രജന്റെ 1sഉം മറ്റേ ഹൈഡ്രജന്റെ 1sഉം കൂടിയാണ് കമ്പൈൻ ചെയ്യുന്നത്. യെസ്, ഫസ്റ്റ് ഹൈഡ്രജന്റെ 1sഉം സെക്കൻഡ് ഹൈഡ്രജന്റെ 1sഉം കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഹൈഡ്രജൻ മോളിക്യൂള് ഉണ്ടാകുന്നത് അല്ലെ? ഈ ഉണ്ടാകുന്ന ഹൈഡ്രജൻ മോളിക്യൂളിനെ നമ്മൾ പറഞ്ഞു ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ 2 ടൈപ്പ് മോളിക്യുലാർ ഓർബിറ്റൽസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈക്വൽ ഒരുപോലെയുള്ള 2 പേരുണ്ടാകൂന്നാ പറഞ്ഞത് അല്ലെ? അതായത് 1sഉം 1sഉം തമ്മിൽ കമ്പൈൻ ചെയ്താൽ 2 ടൈപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഏതൊക്കെയാ 2 ടൈപ്പ് ഫിദ? ഏതൊക്കെയാ 2 ടൈപ്പ്? ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങും. ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റലും ഉണ്ടാകും. ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യും.
ഈ ഹൈഡ്രജൻ മോളിക്യൂളിൽ തന്നെ ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ ആയിട്ടുള്ള ഒരു വണ്ണസും ഉണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ ആയിട്ടുള്ള ഒരു വണ്ണസും അവിടെയുണ്ട്. ഇത്രേ ഉള്ളൂ. എത്ര പേര് കമ്പൈൻ ചെയ്യുന്നോ അത്രയും പേര് തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ. രണ്ട് വണ്ണസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ മോളിക്യുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. അതിന്റെ ഉള്ളിൽ കമ്പൈൻ ചെയ്തതുപോലത്തെ തന്നെയുള്ള രണ്ടെണ്ണം ഉണ്ട്. രണ്ട് വണ്ണസ് ഇപ്പൊ മോളിക്യുലാർ ഓർബിറ്റലിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം കൂടി കിട്ടിയോ? രണ്ട് ഹൈഡ്രജൻ ആറ്റം തമ്മിൽ കമ്പൈൻ ചെയ്താൽ ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യും. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഓർബിറ്റലുകൾ വണ്ണസ് ആണ്. വണ്ണസും വണ്ണസും തമ്മിൽ കമ്പൈൻ ചെയ്താൽ രണ്ട് വണ്ണസ് വേറെ നമുക്ക് കിട്ടും. അതിൽ ഒരു സെറ്റ് ബോണ്ടിങ് ആയിരിക്കും, ഒരു സെറ്റ് ആന്റി ബോണ്ടിങ് ആയിരിക്കും. യെസ്, അപ്പൊ ഇനി ഇവിടെ ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് എങ്ങനെയായിരിക്കും കൂടെ പറഞ്ഞ മക്കളെ? എവിടെയായിരിക്കും ഇനി ഇലക്ട്രോൺസ് ഇരിക്കുന്നത്? പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു. ഓക്കെ, ഇതിന്റെ റെപ്രസെന്റേഷൻ കൂടെ എഴുതി പോകാം. യെസ്, ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ആണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്നാ പറഞ്ഞത് ഇഷാര? എന്നിട്ട് നമുക്ക് ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാം. യെസ്, ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, സിഗ്മ. ആന്റി ബോണ്ടിങ് ആണെങ്കിലോ? സിഗ്മ സ്റ്റാർ. യെസ്, സിഗ്മ സ്റ്റാർ. ദേ ഫ്രണ്ടിൽ ആ സിഗ്മ എന്ന് എഴുതി കൊടുത്താൽ മതി മക്കളെ. സിഗ്മ വണ്ണസ്, സിഗ്മ സ്റ്റാർ വണ്ണസ്. ഒരു വണ്ണസും അടുത്ത വണ്ണസും കൂടെ ചേർന്ന് ഒരു സിഗ്മ വണ്ണസും ഉണ്ടായി, ഒരു സിഗ്മ സ്റ്റാർ വണ്ണസും ഉണ്ടായി. ഓക്കെ, ഇനീഷ്യലി ഈ വണ്ണസിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ വണ്ണസിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ പോവാതെ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? രണ്ടെണ്ണം. ആറ്റമിക് ഓർബിറ്റലുകളിൽ തമ്മിൽ ഒരു ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ, മറ്റേ ഹൈഡ്രജനിലും ഒരു ഇലക്ട്രോൺ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. ഇനി നമ്മൾ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യണം 3 പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട്. ആദ്യം നമുക്ക് ഓപ്പോ പ്രിൻസിപ്പിൾ എടുക്കാം. ഓപ്പോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതായിരുന്നു അഞ്ജന? ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് എന്തിന്റെ ഓർഡറിലാ? എനർജിയുടെ ഓർഡറിൽ. യെസ്, എനർജി കുറവുള്ളതിന്റെ ഓർഡറിലാണ് ഫില്ല് ചെയ്യുന്നത്. ഈ കൊടുത്തിരിക്കുന്ന BMOയിലും ABMO ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിലും ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിലും എനർജി കുറവാർക്കാ അപ്സറെ? യെസ്, ബോണ്ടിങ്ങിന് എനർജി കുറവാണ്. അപ്പൊ ആദ്യം ഫില്ല് ചെയ്യുന്നത് ആരാ? ആ ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ഫില്ല് ചെയ്യും. ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇർഷാൻ? ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? എസില് 2. എസില് 2. കണ്ടോ? അപ്പൊ ആ 2 ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെ കൊടുത്തു, സിഗ്മ 1s2. ഇവിടെ നമ്മള് ഹൺസ് റൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് ലോവർ എനർജിയും ഒരാൾക്ക് ഹയർ എനർജിയും. ഒരുപോലെയുള്ള എനർജി ഉള്ള ഓർബിറ്റലുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഓരോന്ന് കൊടുത്തിട്ട് പിന്നെ പെയറിങ് ചെയ്യുന്നത്. ഇവിടെ സിഗ്മ 1s എനർജി കുറവും സിഗ്മ സ്റ്റാർ 1sന് എനർജി കൂടുതലും ആണ്. അപ്പൊ മോളിക്യുലർ ഓർബിറ്റൽ ഫോം ചെയ്താൽ ഈ കേസിൽ ഇലക്ട്രോൺ 2 ഇലക്ട്രോണും ഇരിക്കുന്നത് എവിടെയാണ്? സിഗ്മ 1sൽ ആണ്. കൺസെപ്റ്റ് മനസ്സിലായി? ഒരു 95% മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. യെസ്, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഡയഗ്രാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ഡയഗ്രാം പഠിക്കുവാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ വരയ്ക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. യെസ്, അപ്പൊ ഇതിന്റെ ഡയഗ്രാം ചോദിച്ചോളൂ. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഏതാണ് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് BMOയിലും ABMOയിലും പറഞ്ഞില്ലായിരുന്നു? ഏതാ? സിഗ്മ 1s 2 ഇലക്ട്രോൺ എങ്ങനെയാണ്? ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച്. ഓപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്കറിയാം എനർജി കൂടുതൽ പോകുന്ന അനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഏറ്റവും എനർജി കുറവല്ലുള്ളവർക്കല്ലേ ആദ്യം ഇലക്ട്രോൺസിനെ കൊടുക്കുന്നേ? യെസ്, അപ്പൊ നമ്മൾ ഇവിടെ 2 ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ 2 ടൈപ്പ് മോളിക്യുലർ ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. ഒന്ന് എനർജി കുറവുള്ള ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും ഒന്ന് എനർജി കൂടിയ ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും. അപ്പൊ ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആകും. കാരണം 2 ആറ്റമിക് ഓർബിറ്റൽസ് 2 ഹൈഡ്രജന്റെയും ഓരോ ഇലക്ട്രോണും ഉള്ളത്. അപ്പൊ മൊത്തം 2 ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത് മോളിക്യുലർ ഓർബിറ്റൽസിൽ വരുമ്പോൾ ഈ പ്രിൻസിപ്പിളുകളുടെ ബേസിലാണ്. അപ്പൊ ലോവർ എനർജി ഉള്ള ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ആദ്യം ഫില്ല് ചെയ്യും, എന്നിട്ടേ ആന്റി ബോണ്ടിങ്ങിലോട്ട് പോകുള്ളൂ. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആ 2 ഇലക്ട്രോണിനെ മാർക്ക് കൊടുത്തു.
ആ സിഗ്മ വണ്ണസിന് കൊടുത്തു. മനസ്സിലായോ? ഓക്കെ ടീച്ചർ. യെസ്. ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ എനർജി ലെവൽ ഡയഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനർജി ലെവൽ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എനർജി ലെവൽ ഡയഗ്രാം. ഓക്കെ. ഇൻക്രീസിംഗ് എനർജി. യെസ്. ആദ്യം ഇവിടെ നമ്മൾ ഒരേ എനർജി ഉള്ള 2 ഓർബിറ്റലുകൾ എടുക്കുന്നു. യെസ്. ഇത് സൈ എ, ഇത് ആദ്യത്തെ ഹൈഡ്രജൻ ആണ്. താഴെ വേണമെങ്കിൽ ഹൈഡ്രജൻ മെൻഷൻ ചെയ്യും. നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ആട്ട വരയ്ക്കുന്നേ. യെസ്. ഇത് ആദ്യത്തെ ഹൈഡ്രജന്റെ ആദ്യത്തെ ഓർബിറ്റൽ, ഹൈഡ്രജന്റെ ആറ്റമിക് ഓർബിറ്റൽ സൈ എ എന്ന് പറയുന്ന ആറ്റമിക് ഓർബിറ്റൽ. ഇതിന്റെ അകത്ത് 1 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? ഹൈഡ്രജന്റെ 1s-ൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്, ഒരു ഹൈഡ്രജൻ. യെസ്. അതേ എനർജിയുള്ള സെയിം നേരെ തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ഹൈഡ്രജൻ എടുക്കുക, സൈ ബി. അതിന്റെ അകത്ത് 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. യെസ്. ഇത് സെക്കൻഡ് ഹൈഡ്രജൻ. ഇവിടെ വേണമെങ്കിൽ ഇത് HA. ഇത് ഹൈഡ്രജൻ ആറ്റമിക് ഓർബിറ്റൽ സൈ ബി. HB എന്ന് പറയുന്ന ആറ്റത്തിന്റെ, ഇത് HA എന്ന് പറയുന്ന ആറ്റത്തിന്റെ ആറ്റമിക് ഓർബിറ്റൽ, HB എന്ന് പറയുന്ന ആറ്റത്തിന്റെ ആറ്റമിക് ഓർബിറ്റൽ. യെസ്. ഇനി ഈ 2 ആറ്റമിക് ഓർബിറ്റലുകളോട് ശ്രദ്ധിച്ചിരിക്കുക. ഈ 2 ആറ്റമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്താൽ എനർജി കുറഞ്ഞ, കണ്ടോ, 2 പേരും കൂടി കമ്പൈൻ ചെയ്ത് എനർജി കുറഞ്ഞ ഒരു ആറ്റമിക് ഓർബിറ്റൽ നമുക്ക് കിട്ടും. എനർജി കുറഞ്ഞ ഒരു ആറ്റമിക് ഓർബിറ്റൽ. ഇതിനെ നമ്മൾ സിഗ്മ എന്ന് വിളിക്കും. സൈ എയും സൈ ബിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ നമുക്ക് കിട്ടി. യെസ്. ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ സിഗ്മ സ്റ്റാർ എന്ന് വിളിച്ചു. സിഗ്മ സ്റ്റാർ ഇസ് ഈക്വൽ ടു സൈ എ മൈനസ് സൈ ബി. കണ്ടോ, 2 പേർക്ക് ഓരോ ഇലക്ട്രോൺ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോണും ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെയാണ്. യെസ്. ഇതിന്റെ ഒരു ആരോ മാർക്ക് താഴ്ത്തോട്ട് ഇടുക കേട്ടോ, ഇവിടെ. യെസ്. ഇതൊരു ആറ്റമിക് ഓർബിറ്റൽ, ഇത് അനദർ ആറ്റമിക് ഓർബിറ്റൽ. പക്ഷെ ഈ നടുക്കുള്ളവരെ നമ്മൾ വിളിക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. ഇത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, ഇത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇവർക്ക് എനർജി കുറവാണ്, ലോവർ എനർജി. ഇവർക്ക് എനർജി കൂടുതൽ ആണ്, ഹയർ എനർജി. ടീച്ചറെ, ആ അറ്റോമിക് ഓർബിറ്റൽ എഴുതിയിട്ടില്ലേ സൈയെ, അതിന്റെ തന്നെ എഴുതിയേക്കണേ സൈഡില് ഒരു ലൈൻ വരച്ച് അതെന്നെ കാണിക്കണേ. സൈയുടെ സെല്ലോ ഇൻക്രീസിങ് എനർജിയാ, ഇതാണോ ചോദിച്ചേ? ഈ വരയാണ് വെച്ചേക്കണേ. അത് എനർജി കൂടുതലാണോ കുറവാണെന്ന് കാണിച്ചോ. മുകളിലോട്ട് പോകുന്നതോറും എനർജി കൂടും. മനസ്സിലായോ? എനർജി ലെവൽ ഡയഗ്രം അല്ലേ നമ്മൾ വരച്ചിരിക്കുന്നേ. അപ്പൊ എനർജി കുറവേ ആർക്കാ കൂടുതൽ ആർക്കാണെന്ന് നമുക്ക് മനസ്സിലാകണ്ടേ. നമ്മൾ ആക്സസ് കൊടുക്കത്തില്ല എക്സ് വൈ എന്ന് പറയുന്ന രീതിയിൽ. യെസ്. എനർജി ലെവൽ ഡയഗ്രത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അഫ്ല ടീച്ചർ കാണാൻ പറ്റുന്നില്ലല്ലോ നിന്നെ. യെസ്. പേജ് നമ്പർ 126 എടുത്ത എല്ലാവരും പേജ് നമ്പർ 126. യെസ്. അപ്സർ വായിച്ചേ. Formation of molecular orbital, linear combination of atomic orbitals. According to
wave mechanics, the atomic orbitals can be expressed by wave functions. Psi. ഇതിന്റെ അത് പേര് അണ്ടർലൈൻ ചെയ്ത മക്കളെ. ആറ്റമിക് ഓർബിറ്റൽസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ എ വേവ് ഫംഗ്ഷൻ psi. അത്രയും കൊടുത്താൽ മതി. psi. ഓക്കെ. അടുത്ത പാരഗ്രാഫിൽ വായിച്ചാൽ മതി. These are orbital or obtained from the solution of അടുത്ത പാരഗ്രാഫ്. Let us Let us apply this method to the homonuclear diatomic hydrogen molecule. Consider the hydrogen molecule consisting of two atoms A and B. Each hydrogen atom in the ground state has one electron in 1s orbital. The atomic orbitals of these atoms may be represented by the wave functions phi A and phi B. Mathematically, the formation of molecular orbitals may be described by the linear combination of atomic orbitals that can take place by addition and by subtraction of wave function of individual atomic orbitals as shown below. Psi MO equal to psi A plus or minus psi B. Therefore, the two molecular orbitals sigma and sigma star are formed as sigma addition vadiyayitte sigma star subtraction vadiyayitte. The molecular orbital sigma formed by the addition of atomic orbital is called the bonding molecular orbital, and the molecular orbital sigma star formed by subtraction of atomic orbital is called anti-bonding molecular orbital. Anti-bonding molecular orbital and the figure increasing energy. Okay. Appa explain the formation of hydrogen molecule according to MO theorem എന്ന് ചോദിച്ചാൽ ആദ്യത്തെ പാരഗ്രാഫ് വേണ്ട, രണ്ടാമത്തെ പാരഗ്രാഫ് എന്തായാലും വേണം. എങ്ങനെ ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യും? ഹൈഡ്രജന്റെ അകത്ത് 1sലാണ് ഇലക്ട്രോൺ ഇരുന്നത്. മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. ബോണ്ടിങ് ഉണ്ട്, ആന്റി ബോണ്ടിങ് ഉണ്ട്, സിഗ്മ സിഗ്മ സ്റ്റാർ, ദെൻ ഈ ഡയഗ്രാം. ഇത്രയും വരച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. ആ ഡയഗ്രത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. psi A psi B എന്ന് കൊടുത്തിരിക്കുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റമാണ്. ആറ്റമിക് ഓർബിറ്റൽസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അവർ കമ്പൈൻ ചെയ്തിട്ട് ലോവർ എനർജി ബോണ്ടിങ്ങും ഹയർ എനർജി ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകും. ദെൻ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ നോർമൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് സിഗ്മയിൽ മാത്രം 2 ഇലക്ട്രോൺ വന്നത്. ഇവിടെ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ. ഇനി നമ്മള് ഇവരുടെ എനർജി ഒന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആറ്റമിക് ഓർബിറ്റൽസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്താൽ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഓരോ ആറ്റത്തിനും ഓരോ എനർജി ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്താൽ അവരുടെ എനർജി എങ്ങനെയായിരിക്കും ഇർഷാൻ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ സമ്മായിരിക്കും? ടോട്ടൽ ആറ്റത്തിന്റെ എനർജിയുടെ സം. അത് തന്നെ. രണ്ട് ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്താൽ അവരുടെ എനർജി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? It is same as the total energy of the two atomic orbital. Total energy of the two atomic orbital. Yes, total energy എപ്പോഴും അങ്ങനെയായിരിക്കും. ഓക്കെ. അപ്പൊ ആ പോയിന്റ് ഒന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ടെക്സ്റ്റ് ബുക്കിലോ നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. The total energy of bonding and anti-bonding molecular orbitals is the same as the total energy of the two atomic orbitals. Two atomic orbitals. രണ്ട് ആറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ
കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്താൽ അവരുടെ എനർജി എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെയും ആറ്റമിക് ഓർബിറ്റലുകളുടെ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ ഇനിയിപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ എങ്ങനെയാണ് ആറ്റമിക് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്. Okay, so move on to the conditions for the combination of atomic orbitals. Conditions. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന കണ്ടീഷൻസ് പറയാറില്ല, ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്നത് സംഭവിക്കുള്ളൂ നമ്മൾ പറയത്തില്ലേ? യെസ്, നമ്മൾ ആദ്യമേ പറഞ്ഞത് തന്നെയാണ്. കമ്പൈൻ ചെയ്യുന്ന ആറ്റമിക് ഓർബിറ്റലുകളുടെ എനർജി എങ്ങനെയായിരിക്കണം? യെസ്, അലീന പറഞ്ഞേ. അലീന, കമ്പൈൻ ചെയ്യുന്ന ആറ്റമിക് ഓർബിറ്റലുകളുടെ എനർജി എങ്ങനെയായിരിക്കും? സെയിം ആണോ, ഡിഫറെന്റ് ആണോ, അതോ നിയർലി സെയിം ആണോ? യെസ്, എക്സാക്ട്ലി സെയിം അല്ല, നിയർലി സെയിം എനർജി ഉള്ള ആറ്റമിക് ഓർബിറ്റലുകൾ തമ്മിൽ മാത്രമേ കമ്പൈൻ ചെയ്യുള്ളൂ. യെസ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നവർക്ക് നിയർലി സെയിം എനർജി, നിയർലി സെയിം എനർജി. ദെൻ അവരുടെ സിമെട്രി എങ്ങനെയായിരിക്കും മുസ്തഫ? കമ്പൈൻ ചെയ്യുന്ന ആറ്റമിക് ഓർബിറ്റൽസിന്റെ സിമെട്രി എങ്ങനെയാണ്? സെയിം ആണോ, ഡിഫറെന്റ് ആണോ? സെയിം സിമെട്രി. എസ് എസും കമ്പൈൻ ചെയ്യും, പിയും പിയും കമ്പൈൻ ചെയ്യും. അതങ്ങനെയേ പറ്റുള്ളൂ. സെയിം സിമെട്രി ആയിരിക്കും. ദെൻ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആറ്റമിക് ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ് എങ്ങനെയായിരിക്കും? എന്നിട്ട് കുറച്ച് മാത്രമാണ് ഓവർലാപ്പ് ചെയ്യുള്ളൂ, അതോ നന്നായിട്ട് ഓവർലാപ്പ് ചെയ്യും? നന്നായിട്ട് ഓവർലാപ്പ് ചെയ്യില്ലേ? മാക്സിമം ഓവർലാപ്പ് ചെയ്യണം, മോളിക്യൂൾസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. സോ മാക്സിമം ഓവർലാപ്പ്. കണ്ടോ, നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. യെസ്, മാക്സിമം എനർജി. 3 പോയിന്റ്സേ ഉള്ളൂ. ദ കമ്പൈനിങ് ആറ്റമിക് ഓർബിറ്റൽ മസ്റ്റ് ഹാവ് ദ സെയിം ഓർ നിയർലി ദി സെയിം എനർജി. The combining atomic orbital must have same symmetry about the molecular axis, and the combining orbitals must overlap to the maximum extent. To the maximum extent. Okay. ഇപ്പൊ ആദ്യത്തേതിനൊരു എക്സാമ്പിൾ, സെയിം എനർജി എന്ന് പറയുവാണെങ്കിൽ 1s ഓർബിറ്റല് 1sനോട് മാത്രമേ കമ്പൈൻ ചെയ്യുള്ളൂ. 1sഉം 2sഉം കൂടി കമ്പൈൻ ചെയ്യില്ല. ഇത് മാത്രമേ പോസിബിൾ ആകുള്ളൂ. കാരണം 2sന് എനർജി കൂടുതലാണ്. നിയർലി സെയിം എനർജി 1sഉം കൂടെ പറ്റും. ഒരാറ്റത്തിന്റെ 1sഉം മറ്റേ ആറ്റത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ 1sഉം കൂടെ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1sഉം 2sഉം കൂടി പോസിബിൾ അല്ല. സോ നിയർലി സെയിം എനർജി ഉള്ളവർ മാത്രമേ കമ്പൈൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ 2px എടുക്കാം, അതും 2pxഉം കൂടെ കമ്പൈൻ ചെയ്യും. കാരണം രണ്ടുപേരും എക്സ് ആക്സിസിൽ അടക്കുന്ന px. പക്ഷെ 2pxഉം 2pzഉം കൂടെ പറ്റൂല. കാരണം ഒരെണ്ണം എക്സ് ആക്സിസിൽ, ഒരെണ്ണം എക്സിൽ കിടക്കുമ്പോൾ ഒരെണ്ണം ഇസഡ് തിരിഞ്ഞല്ലേ കിടക്കുന്നത്. അപ്പൊ ഓവർലാപ്പിംഗ് എന്തായാലും നടക്കില്ല. ഒരേപോലെയുള്ളവർ വന്നാലേ ഓവർലാപ്പിംഗ് നടക്കുള്ളൂ. ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഓവർലാപ്പ് ചെയ്യും? പോസിബിൾ അല്ല. അതാ പറഞ്ഞ ഒരേ സിമെട്രി ഉള്ളവർ മാത്രമേ ഓവർലാപ്പ് ചെയ്യുള്ളൂ. 2pz നോക്കുവാണെങ്കിൽ സെയിം സിമെട്രി ആണ്, അല്ലെങ്കിൽ 2px സെയിം സിമെട്രി ആണ്. ഓക്കെ, അങ്ങനെയുള്ളവർ മാത്രമേ കമ്പൈൻ ചെയ്യത്തുള്ളൂ. യെസ്. ഇനി മെയിൻ ആയിട്ട് 2 ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റൽസ്, മാക്സിമം ഓവർലാപ്പ് അത് നമുക്കറിയാം. ദെൻ 2 ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണുള്ളത്. ഒന്ന് സിഗ്മയും ഉണ്ട്, പൈയും ഉണ്ട്. സിഗ്മയുടെ മോളിക്കുലർ ഓർബിറ്റൽ ബോണ്ടിങ്ങും ഉണ്ട്, ആന്റി ബോണ്ടിങ്ങും ഉണ്ട്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ട്, അതേപോലെ തന്നെ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ട്. ഈ സിഗ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിഗ്മ സിമെട്രിക്കൽ ആയിരിക്കും. ഓരോന്ന് ഓർമ്മയിൽ വെക്കണേ. സിഗ്മ സിമെട്രിക്കൽ ആണ്. സിഗ്മ ബോണ്ടുകൾ സിമെട്രിക്കൽ ആയിരിക്കും. ആൻഡ് പൈ ബോണ്ടുകൾ അല്ലെങ്കിൽ പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ നോട്ട് സിമെട്രിക്കൽ. നോട്ട് സിമെട്രിക്കൽ. പിന്നെ നമുക്കറിയാവുന്നത് സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്. Sigma bond is
stronger than pi bond. Why? Nasrin, sigma bond pi ബോണ്ടിനേക്കാളും സ്ട്രോങ് ആണെന്ന് പറയുന്നതിന്റെ റീസൺ എന്താ? നസ്രിൻ കേട്ടില്ല മോളെ? എന്നതാ കേട്ടില്ല? മൈക്ക് മ്യൂട്ടാണ്. നസ്രിന്റെ മൈക്ക് മ്യൂട്ടാണ്, അപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്തായാലും. കേൾക്കാവോ? അപ്പൊ കേൾക്കാം, പറഞ്ഞോ. അവര് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പിങ്. ആ, നല്ല ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ആക്സിയൽ എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് ആയിരിക്കും. പൈ ബോണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. സിഗ്മ ബോൺസ് ഫോം ചെയ്യുന്നത് എന്ത് ഓവർലാപ്പ് വഴിയാ? സിഗ്മ ബോൺസ് ഫോം ചെയ്യുന്നത് എന്ത് ഓവർലാപ്പ് വഴിയാ? ആക്സിയൽ ഓവർലാപ്പിംഗ്. റീസൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് ആക്സിയൽ. പൈ ബോണ്ടോ? ലാറ്ററൽ. യെസ്, ലാറ്ററൽ ഓവർലാപ്പിംഗ്. പൈ ബോൺസ് ഫോം ചെയ്യുന്നത് ലാറ്ററൽ ഓവർലാപ്പിംഗ്. ആക്സിയൽ ഓവർലാപ്പിംഗ് മോർ എഫിഷ്യന്റ് ആയിരിക്കും. മോർ എഫിഷ്യന്റ്. യെസ്. അങ്ങനെയാണെങ്കിൽ 2pz ഫോം ചെയ്യുന്ന സിഗ്മ ബോണ്ടുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഏതൊക്കെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ 2pz ആണ് ഫോം ചെയ്യുന്നത്? ആക്സിയൽ ഓവർലാപ്പിംഗ് ആണെന്ന് വിചാരിക്കുക. ആക്സിയൽ ഓവർലാപ്പ് ആണെങ്കിൽ 2pz ഫോം ചെയ്യുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലും എഴുതുക. 2pz. ആൻമരി പറഞ്ഞേ. യെസ്, ആൻമരിയാ. ആക്സിയൽ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഏത് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നത്? സിഗ്മയാണോ പൈ ആണോ? ആക്സിയൽ ആണെങ്കിൽ സിഗ്മ. യെസ്. അപ്പൊ സിഗ്മയാണ് ഫോം ചെയ്യുന്നത്, ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ അവിടെയുള്ള ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സിഗ്മ. ആ, പറഞ്ഞേ സിഗ്മ. എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ്. 2pz എന്ന് പറയുന്ന രണ്ട് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. അവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ടാകും, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ടാകും. അത് ആക്സിയൽ ഓവർലാപ്പിംഗ് വഴിയാണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ആക്സിയൽ ആണെങ്കിൽ അത് സിഗ്മ. ആർക്ക് പറയാം? ആർക്ക് പറയാം? അറിയാവുന്നവർ കൈവക്കിക്കേ. യെസ്, നസ്രിൻ. സിഗ്മ 2pz, സിഗ്മ സ്റ്റാർ 2pz. ആ, സിഗ്മ 2pz ആൻഡ് സിഗ്മ സ്റ്റാർ 2pz. അത്രയല്ലേ ഉള്ളൂ? ഞാൻ അത്രയല്ലേ പറഞ്ഞുള്ളൂ. 2pz ആക്സിയലി ഓവർലാപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന രണ്ട് മോളിക്കുലർ ഓർബിറ്റിൽ എഴുതാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ആക്സിയൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് സിഗ്മ ബോണ്ട് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് ഏതൊക്കെയാണ്? ഒന്ന് ബോണ്ടിങ്ങും ഒന്ന് ആന്റി ബോണ്ടിങ്ങും. സിഗ്മ 2pz ആൻഡ് സിഗ്മ സ്റ്റാർ 2pz. അങ്ങനെയാണെങ്കിൽ 2px ഞാൻ തന്നു, ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എന്ത് ബോണ്ടാണ്? ഏതൊക്കെ ടൈപ്പാണ്? ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ്. യെസ്, ആൻമരിയ തന്നെ പറഞ്ഞു. പൈ ബോണ്ട് ഉണ്ടാവും. അപ്പോ പൈ 3xും പൈ സ്റ്റാർ 2px. അത്രേ ഉള്ളൂ. പൈ 2px ആൻഡ് പൈ സ്റ്റാർ 2px.
pi 2px and pi star 2px. Lateral overlapping വഴിയായിട്ട്. Yes. അപ്പൊ പേജ് നമ്പർ 127 എടുക്കാം. പേജ് നമ്പർ 127. അതിന്റെ അകത്ത് 3 പോയിന്റുകൾ 4.7.2-ൽ കണ്ടീഷൻസ് ഫോർ ദി കോമ്പിനേഷൻസ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് കൊടുത്തിട്ടുണ്ട്. മരിയ ആ 3 പോയിന്റുകൾ മാത്രം ഒന്ന് വായിച്ച മരിയ. കണ്ടീഷൻസ് ഫോർ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ്. First point, the combining atomic orbitals must have the same or nearly the same energy. Second point, the combining atomic orbitals must have the same symmetry about the molecular axis. Third point, the combining atomic orbitals must overlap to the maximum extent. Yes, maximum extent overlap. Then types of molecular orbital. Yes, ഇവിടെ മുഹമ്മദ് സാലിഹ് ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ വായിച്ചേ. നമ്മളിപ്പോ പറഞ്ഞത് തന്നെ സിഗ്മയും ഉണ്ട് പൈയും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. സിഗ്മ സ്റ്റാർ പൈ സ്റ്റാർ. യെസ്, പറഞ്ഞു വായിച്ചേ. Molecular orbitals of diatomic molecules are defined as sigma, pi, delta, etc. യെസ്, ഡെൽറ്റ ബോണ്ട് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഡെൽറ്റ ബോണ്ടിനെ പറ്റി പഠിക്കാനില്ല. യെസ്. In this nomenclature, the sigma molecular orbital are symmetrical around the bond axis, while pi molecular orbitals are not symmetrical. Underline. For example, the linear combination of 1s orbital centered on 2 nuclei produces 2 molecular orbital which are symmetrical around the bond axis. Such molecules are of the type sigma type and are designated as sigma 1s and sigma star 1s. If the internuclear axis is taken to be the z direction, it can be seen that linear combination of 2pz orbitals, so 2 atoms also produce 2 sigma molecular orbitals, sigma 2pz and sigma star 2pz. Molecular orbitals obtained from 2px and 2py orbitals are not symmetrical around the bond axis because of the presence of positive lobe above and negative lobes below the molecular plane. അത് എപ്പോഴും ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. 2pz ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ കൂടിയാണ് എന്ന് വിചാരിക്കുക. ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് നമ്മൾ 2pz എടുത്താൽ 2pz സിഗ്മ ബോണ്ടാ ഫോം ചെയ്യുന്നത്. അപ്പൊ 2pxും 2pyയും പൈ ബോണ്ട് ഫോം ചെയ്യും. ഇനി 2pxനെ നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആക്കി കൺസിഡർ ചെയ്താൽ അത് എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ 2pyയും 2pzും എന്ത് ഫോം ചെയ്യും? പൈ ബോണ്ട് ഫോം ചെയ്യും. ഏതാണോ നമ്മൾ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതെപ്പോഴും സിഗ്മ ബോണ്ടാ ഫോം ചെയ്യുന്നത്. നോർമലി നമ്മൾ 2pzനെയാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോ. സിഗ്മ 1s ഉണ്ട്, സിഗ്മ സ്റ്റാർ 1s ഉണ്ട്, സിഗ്മ 2s ഉണ്ട്, സിഗ്മ സ്റ്റാർ 2s ഉണ്ട്, സിഗ്മ 2pz ഉണ്ട്, സിഗ്മ സ്റ്റാർ 2pz ഉണ്ട്. പക്ഷെ 2pxും 2pyയും ഫോം ചെയ്യുന്നത് 2pxും 2pyയും ഫോം ചെയ്യുന്നത് പൈ ആണ്. ഇത് എപ്പോഴും തന്നെയാട്ടോ. പൈ 2px, പൈ സ്റ്റാർ 2px, പൈ 2py, പൈ സ്റ്റാർ 2py. എപ്പോഴൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ, മറന്നു പോകരുത്. 2pz സിഗ്മ ബോണ്ട് തന്നെയാണ് 2pz. കാരണം 2pzനെ നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തു. 2pz ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് പറയുവാണ് 2pxനെ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആക്കി എടുക്കാൻ പറഞ്ഞാൽ അന്നേരം അവിടുത്തെ സിഗ്മ ആരായിരിക്കും? സിഗ്മ 2px ആയിരിക്കും. ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് നമ്മൾ ഏതിനെയാണോ എടുത്തിരിക്കുന്നത് അവരെ ആ പെർട്ടിക്കുലർ ഓർബിറ്റിൽ അവർ സിമെട്രിക്കൽ ആയിരിക്കും. ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് എല്ലായിടത്തും ഒരുപോലെ എഴുതിയിരിക്കുന്നത്. യെസ്, ഇന്റർന്യൂക്ലിയർ ആക്സിസ് എടുക്കുന്നവർ ഏതാണോ അവരായിരിക്കും സിഗ്മ ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ളവർ പൈ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. സിഗ്മ എന്ന് പറഞ്ഞാൽ ആക്സിസ് നേരെയാ പോകുന്നേ. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ടാണ് കിടക്കുന്നത്. എബോവ് ദ പ്ലെയിൻ ആൻഡ് ബിലോ ദ പ്ലെയിൻ. പൈ എങ്ങനെയാ? ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ്. മേളിൽ നിന്ന് ഓവർലാപ്പിംഗ് ഉണ്ട്, താഴെ നിന്ന് ഓവർലാപ്പിംഗ് ഉണ്ട്. ഇന്നലെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എഴുതിയതാ. മുകളിൽ π/2, താഴെ π/2, മൊത്തത്തിൽ ഒരു പയ്യും.
സോ പൈ ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിന് ഇലക്ട്രോൺ ഡെൻസിറ്റി എബോവ് ദ പ്ലെയിനും ബിലോ ദി ഇന്റർന്യൂക്ലിയർ ആക്സിസും ആയിരിക്കും. അടുത്തത് 4.7.4 കൊടുത്തിരിക്കുന്നത് ഒരു എനർജി ലെവൽ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നോക്കിക്കേ, പേജ് നമ്പർ 128. നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത് തന്നെ സെയിം എനർജി ലെവൽ ഡയഗ്രാം കൊടുത്തിരിക്കുന്നു. യെസ്, താഴേന്ന് നോക്കി ഏറ്റവും ഫസ്റ്റിലത്തെ ഫിഗർ എടുത്തോ. എ എന്ന് പറയുന്ന ഫിഗർ, അവിടെ വണ്ണസും തമ്മിലുള്ള കോമ്പിനേഷനാ കൊടുത്തിരിക്കുന്നത്. വണ്ണസും കൂടെ കമ്പൈൻ ചെയ്താൽ സിഗ്മ വണ്ണസും ഉണ്ടാകും, സിഗ്മ സ്റ്റാർ വണ്ണസും ഉണ്ടാകും. സിഗ്മ വണ്ണസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ, സിഗ്മ സ്റ്റാർ വണ്ണസ് എന്ന് പറഞ്ഞാൽ ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ. ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ. ബോണ്ടിങ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? അഡീഷൻ വഴിയാണോ സബ്ട്രാക്ഷൻ വഴിയാണോ ബോണ്ടിങ് ഉണ്ടാകുന്നത്? ഇവിടെ ദേവിക, ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നത് അഡീഷൻ വഴിയാണോ സബ്ട്രാക്ഷൻ വഴിയാണോ? ബോണ്ടിങ് അഡീഷൻ. അൽവാനെ, ആന്റി ബോണ്ടിങ് ഉണ്ടാകുന്നത് എങ്ങനെയാ? സബ്ട്രാക്ഷൻ ആണോ അഡീഷൻ ആണോ? സബ്ട്രാക്ഷൻ. അതുകൊണ്ടിട്ടാണ് അവിടെ ആ വെട്ട് പോലെ കൊടുത്തിരിക്കുന്നുണ്ടോ? മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? എ എന്ന് പറയുന്ന ഫിഗറിൽ സിഗ്മ വണ്ണസും കൂടെ ആഡ് ചെയ്തിട്ടാണ് സിഗ്മ വണ്ണസ്. മറ്റേത് വണ്ണസും കൂടെ എന്താ ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുക ചെയ്തത്. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് സ്പ്ലിറ്റ് ആയി കൊടുത്തിരിക്കുന്നത്. അതാ സബ്ട്രാക്ഷൻ ആണ് എന്നാട്ടോ കാണിക്കുന്നത്. ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ സബ്ട്രാക്ഷൻ ആണ് അവിടെ ഉള്ളത്. അടുത്തത് 2pz ആ കൊടുത്തിരിക്കുന്നത്. 2pz ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആക്കി എടുക്കുവാണെങ്കിൽ അവര് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ സിഗ്മ 2pz ഉണ്ട്, സിഗ്മ സ്റ്റാർ 2pz ഉണ്ട്. അവിടെയും ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും ഉണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും ഉണ്ട്. ദെൻ അടുത്തത് പൈയുടെ കൊടുത്തിരിക്കുന്നത്. 2pxും കൂടെ ചേർന്നാൽ പൈ 2px, പൈ സ്റ്റാർ 2px. പൈ 2px അഡീഷൻ വഴി, പൈ സ്റ്റാർ 2px സബ്ട്രാക്ഷൻ വഴി. ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ, ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലുകളുടെയും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ടീച്ചർ, യെസ്, ചോദിച്ചോളൂ. ഈ ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്താ? ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഒരു ഓർബിറ്റലാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ മോളെ. സോറി, ഒരു ആറ്റം ഇതിന്റെ ഇതിൽ കൂടി ഇങ്ങനെ കടന്നു പോയ ഇതെന്ത് ഈ ആക്സിസ് ഓവർലാപ്പിങ്ങിന്റെ നേരെ തന്നെയുള്ള ആക്സിസ്. ഇതൊരു ആറ്റത്തിന്റെ ഓർബിറ്റല്, ഇത് വേറൊരു ആറ്റത്തിന്റെ ഓർബിറ്റല്. കണ്ടോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടുപേരെയും കൂടെ ഭാഗിച്ചുകൊണ്ട് നേരെ പോയി കഴിഞ്ഞാൽ അതാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അത് നമ്മള് ഇസഡ് ആക്സിസ് എന്ന് അസ്യൂം ചെയ്താൽ, ഇത് ഇസഡ് ആക്സിസ് ആയിട്ട് അസ്യൂം ചെയ്താൽ പിന്നെ എക്സും വൈയും ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിരിക്കില്ല. എക്സും വൈയും പിന്നെ എങ്ങനെ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആകും? എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാ വരുന്നേ? ഇങ്ങനെയല്ലേ മോളെ വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതിപ്പോ ഞാൻ എക്സ് എടുത്തു, ഇത് ഇങ്ങനെ വൈ എടുത്തു. അപ്പൊ രണ്ടുപേർക്കും കോമൺ ആയിട്ടാണോ ഇരിക്കുന്നേ? അല്ല, ഇതിലേക്കല്ലേ പോകുള്ളൂ. ഏതാണോ കറക്റ്റ് സെന്ററിൽ കൂടി പോകുന്നത് ആക്സിസ്, അതാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അതിനെ ഞാൻ ഇസഡ് എന്ന് അസ്യൂം ചെയ്താൽ ഇസഡ് പിന്നെ ഉണ്ടാകുന്നത് ആക്സിയൽ ഓവർലാപ്പിംഗ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ എക്സും വൈയും പൈ ഫോം ചെയ്യും. ഇസഡ് സിഗ്മ ഫോം ചെയ്യും, എക്സും വൈയും പൈ ഫോം ചെയ്യും. ഇനി രണ്ടെണ്ണം ഞാൻ ഇതേപോലെ തന്നെ വരച്ചു. എന്നിട്ട് ഞാൻ ഇന്റർന്യൂക്ലിയർ ആക്സിസിനെ എക്സ് എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് ആയിരിക്കും സിഗ്മ ഫോം ചെയ്യുന്നത്, വൈയും ഇസഡും പൈ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്, ജനറലി നമ്മൾ ഇസഡ് ആക്സിസ് ആണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ഫിക്സഡ് ആണ്. എന്നിട്ട് അത് നമ്മൾ സിഗ്മ 2pz എന്ന് പറയുന്നത്, പൈ 2pz എന്ന് ഒരിക്കലും പറയാറില്ല. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എനർജി ലെവൽ ഡയഗ്രം നമ്മൾ കണ്ടു. എങ്ങനെയാണ് വരയ്ക്കുന്നത്? താഴെയുള്ളവർക്ക് എനർജി കുറവ്, മുകളിലുള്ളവർക്ക് എനർജി കൂടുതൽ. ഇത് പല ആറ്റത്തിന്റെ കേസിലും എനർജി ലെവലിന്റെ ഓർഡറിൽ വ്യത്യാസം ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓർഡർ പഠിക്കാനുണ്ട്. അത് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. എനർജി ലെവലിന്റെ ഓർഡർ. ഓക്സിജൻ
കേസിലും ഓക്സിജന്റെയും ഫ്ലൂറിൻ മോളിക്യൂളിന്റെയും കേസിൽ എനർജി ലെവലിന്റെ ഓർഡർ ഇങ്ങനെയാണ്. സിഗ്മ 1s ലെസ് ദാൻ, സിഗ്മ സ്റ്റാർ 1s ലെസ് ദാൻ, സിഗ്മ 2s ലെസ് ദാൻ, സിഗ്മ സ്റ്റാർ 2s ലെസ് ദാൻ, സിഗ്മ 2pz ലെസ് ദാൻ, പൈ 2px-നും പൈ 2py-ക്കും സെയിം എനർജി ലെസ് ദാൻ, pi star 2px equal to pi star 2py less than sigma star 2pz. ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഏറ്റവും താഴെയുള്ളത് സിഗ്മ 1s, ഇതിന് തൊട്ടുമുകളിലുണ്ട് സിഗ്മ സ്റ്റാർ 1s. യെസ്, അതൊരെണ്ണം വരച്ചു കഴിയുമ്പോ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. വരച്ച് കാണിക്കാം. യെസ്, ഇത് എഴുതിയെടുത്തോ നിങ്ങള്? ഇത് എഴുതിയെടുത്തോ? എന്തെങ്കിലും ഒന്ന് പറയാവോ? എഴുതി എടുത്തെങ്കിലും ഒന്ന് കൈ നോക്കിക്കേ. ടീച്ചറെ എഴുതിക്കൊണ്ടിരിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 129 ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s അവിടെ അപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെച്ചു. O2ന്റെയും F2ന്റെയും ഓർഡർ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s സിഗ്മ 2pz പൈ 2px equal to പൈ 2py pi star 2px equal to pi star 2py then sigma star 2pz. യെസ്, അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വരയ്ക്കാം. ഓക്കെ, ഏറ്റവും താഴെയുള്ളത് ആരാ? 1s ആ. അപ്പം ഇവിടെ ഒരു 1s ഉണ്ട്, ഇവിടെ ഒരു 1s ഉണ്ട്. 1s-ഉം 1s-ഉം കൂടി കമ്പൈൻ ചെയ്ത് 2 മോളിക്യുലർ ഓർബിറ്റൽ ഉണ്ടാകും. ഒന്ന് സിഗ്മ 1s-ഉം ഒന്ന് സിഗ്മ സ്റ്റാർ 1s-ഉം. ദെൻ അടുത്തത് 2s ആ. 2 2s-കൾ തമ്മിൽ കണ്ടോ? സിഗ്മ 1s ഏറ്റവും എനർജി കുറവ്. ദെൻ സിഗ്മ സ്റ്റാർ 1s, അടുത്തത് സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, വരച്ചു പോവാം. ഇത് സിഗ്മ 2s, ഇത് സിഗ്മ സ്റ്റാർ 2s. അടുത്തത് ആരാ? സിഗ്മ 2pz. യെസ്, ഈ 2pz വരയ്ക്കുമ്പോഴത്തേക്കും നമുക്കറിയാം 2pക്ക് എല്ലാവർക്കും എനർജി ഒരുപോലെയാണ് അല്ലെ? 2px-നും 2py-ക്കും 2pz-നും എനർജി ഒരുപോലെയാണ്. മോളിക്യുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് എനർജി ലെവൽ ഡിഫറൻസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം 2p എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ഇതെല്ലാം 2p ആണ്. ഓക്കെ, ഇവിടെ 2p തന്നെ, ഇതെല്ലാം 2p തന്നെയാണ്. 3 2p നമ്മൾ വരച്ചിട്ടുണ്ട്. യെസ്, ഇനി സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞാൽ അടുത്തത് ആരാ? സിഗ്മ 2pz. ഓക്കെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാട്ടോ നമ്മൾ വരയ്ക്കുന്നത്. ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കും കേട്ടോ. ഇതിൽ ഏതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. യെസ്, ആദ്യത്തെ നമ്മൾ വരച്ചു സിഗ്മ 2pz. അതിനുശേഷം പൈ 2px-നും പൈ 2py-ക്കും എനർജി ഒരുപോലെയാണ്. യെസ്, അപ്പൊ അടുത്തത് വരയ്ക്കുക. പൈ 2px ഇവിടെ കൊടുത്തു, സെയിം എനർജി തന്നെ. ഒരു മിനിറ്റ്, ഇച്ചിരി കൂടെ കറക്റ്റ് വരയ്ക്കാം, അതായിരുന്നു. യെസ്, ഇത് ഞാൻ കൊടുക്കുക കേട്ടോ. പൈ 2px ഈക്വൽ ടു പൈ 2py. അടുത്തത് ഏതാ? പൈ സ്റ്റാർ 2px. അപ്പൊ ഇവിടെ പൈ സ്റ്റാർ ഇട്ടു. പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. അതിന്റെയും മുകളിലാണ് ആര് നിൽക്കുന്നേ? സിഗ്മ സ്റ്റാർ 2pz. ഇഷാര, ഇതെന്താ ഡയഗ്രം ഒക്കെ കണ്ട് ബോധം കിട്ടുപോയോ? കിടന്നുപോയേ? ഇത് വളരെ എളുപ്പം മക്കളെ വരയ്ക്കാൻ. ആ ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കാൻ എളുപ്പാ. 2 വര വരയ്ക്കാനാണ് ഇത്ര വലിയ പാട്. 2 എണ്ണം ജോയിൻ ചെയ്യുന്നു. എനർജി കുറവുള്ള വരയ്ക്കുന്നു, എനർജി കൂടുതലുള്ള വരയ്ക്കുന്നു, വ്യത്യാസമൊന്നുമില്ല. യെസ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തേ. തൊട്ട് താഴെ ബോറോൺ കാർബൺ നൈട്രജൻ, ഓക്കെ, ലിഥിയം ബെറിലിയം ബോറോൺ കാർബൺ നൈട്രജന്റെ
എനർജി ലെവൽ ഡയഗ്രാം ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 129 സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയ മക്കളെ, ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിച്ചേ. പേജ് നമ്പർ 129 സെക്കൻഡ് പാരഗ്രാഫ് എടുത്തേ. However, this sequence of energy levels of molecular orbitals is not correct for the remaining molecules Li2, Be2, B2, C2 and N2. For instance, it has been observed experimentally that for molecules such as boron, carbon, nitrogen, etc., the increasing order of energies of various molecular orbitals is. അതെടുത്ത് എഴുതിയിട്ട് ഇതുപോലെ ആ എനർജി ലെവൽ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കിക്കേ. അതും ആ മുകളിലുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എന്താ വ്യത്യാസം അൽവാനെ? ആദ്യത്തേത് ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും, രണ്ടാമത്തേത് അടുത്തത് ഓർഡർ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള മോളിക്യൂൾസിന് വേണ്ടിയിട്ടാണ്. യെസ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്നാ? ആ രണ്ട് ഓർഡറും തമ്മിലുള്ള വ്യത്യാസം സെയിം പീരീഡിലല്ല. സെയിം പീരിയഡോ? അറിയില്ല. ആ എനർജി ലെവൽ ഡയഗ്രത്തിന്റെ ഓർഡർ കൊടുത്തിരിക്കുന്നത് കണ്ട, എനർജിയുടെ ഓർഡർ, അത് തമ്മിൽ എന്നാ വ്യത്യാസം എന്ന്? ആ ഓർഡർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാവില്ലേ? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, അവിടെ എവിടെയാ ഡിഫറൻസ് വന്നേന്ന്? കണ്ടോ നീ അൽവാന്? മനസ്സിലായില്ല. എനർജിയുടെ ഓർഡർ കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓക്സിജനും ഫ്ലൂറിനും ആണെങ്കിൽ ഈ ഓർഡറിൽ വേണം നമ്മൾ വരയ്ക്കാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. വേറെ മോളിക്യൂളിന് ഇത് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ആ വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് താഴെ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അത് കണ്ടോ? അത് കണ്ടോ നീ? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px, പൈ 2py. ആ മേളത്തെ ഓർഡറും ഈ താഴത്തെ ഓർഡറും തമ്മിൽ എന്നാ വ്യത്യാസം? വ്യത്യാസം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഓരോ ഓർഡർ നമ്മൾ പഠിച്ചാൽ പോരെ? നോക്കിട്ട് മനസ്സിലായില്ല. ഷോ അദീന, ഞാൻ കണ്ടില്ലേ? പേജ് നമ്പർ 129 എടുത്തോ? അതിന്റെ അകത്ത് ആ എനർജിയുടെ ഓർഡർ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? മേളിലുള്ളത് ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും, അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് ഡയഗ്രം ഞാൻ വരച്ചു തന്നു. താഴെ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള മോളിക്യൂളുകളുടെ, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബണിന്റെ താഴെയുള്ള എനർജിയുടെ ഓർഡർ. ആ മേളത്തെ എനർജിയുടെ ഓർഡറും താഴത്തെ എനർജിയുടെ ഓർഡറും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ഞാൻ ചോദിച്ചോളൂ. ആർക്ക് പറയാം? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. വരിക, പറഞ്ഞേ. സിഗ്മ 2p മാറി കിടക്കണോ? ആ സിഗ്മ 2p ചേഞ്ച് ചെയ്ത് കിടക്കണു, അതല്ലേ ഉള്ളൂ. അൽവാനെ കണ്ടോ? ആദ്യത്തെ ഓർഡറും രണ്ടാമത്തെ ഓർഡറും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ ഓർഡറിൽ സിഗ്മ 2pz ആണ് സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓർഡറിൽ സിഗ്മ 2pz പൈ 2px കഴിഞ്ഞിട്ടാ വന്നേക്കണേ. അതല്ലേ വ്യത്യാസം? ഇതിനി ഇപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. അൽവാന് മനസ്സിലായോ? ഞാൻ അതല്ലേ ചോദിച്ചോളൂ, പിന്നെ എന്നത് ഇതിന് മാത്രം മനസ്സിലായില്ല എന്ന് പറഞ്ഞ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? എവിടെയായിരുന്നു ശ്രദ്ധിച്ചോണ്ടിരുന്നേ? അല്ലെങ്കിൽ എല്ലാം പറയുന്നതാണല്ലോ. യെസ്, അതീനൊക്കെ എന്നതായിരുന്നു മനസ്സിലാവാൻ? ഞാൻ യെസ്, എന്തെങ്കിലും ആവട്ടെ, കൂടെ കേൾക്കാൻ പറ്റുന്നില്ല. യെസ്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ എനർജി ലെവൽ ഇതേപോലെ പടമൊന്ന് വരച്ച് ആ ഓർഡർ നോക്കിയിട്ട് വരയ്ക്കും. ഓർഡർ നോക്കിയിട്ട് തെറ്റിക്കാണ്ടോന്ന് വരച്ച് ആദ്യത്തെ ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽ ഡയഗ്രം ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽ ഡയഗ്രം വരയ്ക്കുക, തെറ്റിക്കരുത്.
വരച്ചു കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടോ? യെസ്, മരിയ വരച്ചു കഴിഞ്ഞു. കറക്റ്റ് ആക്കിയോ? ഇങ്ങനെ തന്നെയാണോ വരച്ചേ? യെസ്. നോക്കി നോക്കി ആരാ താഴെ കിടക്കണേന്ന് വരച്ചാൽ മതി. ഇവിടുന്ന് വരച്ചാൽ കുഴപ്പമില്ല, വെളിന്നോ താഴേന്നോ എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. പേജ് നമ്പർ 129 ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ ഡാർക്കൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ 4.7.5 മുകളിലുള്ളത്. ദി എനർജി ഓഫ് സിഗ്മ 2pz മോളിക്കുലർ ഓർബിറ്റൽ is higher than that of pi 2px and pi 2py molecular orbital in the case of this Li2, Be2, B2, C2 and N2 molecule. ഓക്സിജൻ ഫ്ലോറിനും ഇവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സിഗ്മ 2pz pi 2px അല്ലെങ്കിൽ pi 2py എനർജി കൂടുതൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് VB തിയറി ഉണ്ട്, VSCPR തിയറി ഉണ്ട്, MO തിയറി ഉണ്ട്. ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു തിയറി അല്ലേ MO തിയറി അല്ലേ? നിങ്ങൾക്ക് ഈ 3 തിയറിക്കകത്ത് ഈ 3 തിയറിയിൽ VSCPR തിയറി ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ നോക്കിക്കുക. അതാണ് ഏറ്റവും എളുപ്പം എന്നുള്ളവര് ആരുമില്ല. VB തിയറിയോ? ഹൈബ്രിഡൈസേഷൻ. ദേവിക്ക് VSCPR തിയറി ഇഷ്ടപ്പെട്ടെ. യെസ്, അത് എളുപ്പട്ടോ, കുഴപ്പമൊന്നുമില്ല. യെസ്, ലോൺവെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ, ലോൺവെയർ അല്ലെങ്കിൽ ഇങ്ങനെ, അത്രേ ഉള്ളൂ. യെസ്, VB തിയറി. ഹൈബ്രിഡൈസേഷൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവരൊന്ന് കൈ നോക്കിക്കേ. ഹൈബ്രിഡൈസേഷൻ സത്യം പറഞ്ഞു, ഹൈബ്രിഡൈസേഷൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവര്. ഒന്നും മനസ്സിലായില്ല എന്നുണ്ടോ ദീന? സോജു, ഒന്നും മനസ്സിലായില്ല എന്നുണ്ടോ? ഹൈബ്രിഡൈസേഷൻ കുറച്ചൊക്കെ മനസ്സിലായി, കുറച്ചൊന്നും മനസ്സിലായില്ല, കുഴപ്പമില്ല. അത് കുറെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിട്ട് കിട്ടുള്ളൂ, ചെയ്ത് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. യെസ്, ഒരു S 2 B അങ്ങനെയുള്ളത്. യെസ്, ദെൻ MO തിയറി ഇപ്പൊ പഠിച്ചത് എളുപ്പമാന്നുള്ളവരോ? MO തിയറി ഇപ്പൊ പഠിച്ച തിയറി, ലാസ്റ്റ് പഠിച്ച തിയറി എളുപ്പല്ലേ? ഹരിഗോവിന്ദേ, എന്നെ ഒന്നും മിണ്ടാത്തെ. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് മോളിക്കുലർ ബിഹേവിയർ, ദെൻ ബോണ്ടിങ്. യെസ്, അപ്പൊ നമുക്ക് നാളെ എടുക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചെറിയൊരു ഹോംവർക്ക് തരാം. ഒരു മിനിറ്റ്. എക്സസൈസ് 4.35 ഒന്ന് എടുത്തേ മക്കളെ പെട്ടെന്ന്. വേണ്ട. യെസ്, നമ്മൾ ഇന്നലെ 4.26 4.27 പറഞ്ഞു. യെസ്, 4.28 പറഞ്ഞു. യെസ്, 4.29 എക്സസൈസ് 4.29 എടുത്ത്. യെസ്, 4.30 നമ്മൾ ചെയ്തില്ല. യെസ്, 4.29. യെസ്, ഒരു കാര്യം ചെയ്യാൻ, നാളത്തെ ക്ലാസ്സിൽ വരുമ്പം എക്സസൈസ് 4.29 എക്സസൈസ് 4.30 ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരിക കേട്ടോ. നിർബന്ധം പറയില്ല. 4.29 ആൻഡ് 4.30. ഓക്കെ, 4.29 ആൻഡ് 4.30. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. Thank you, teacher. Thank you, teacher. ടീച്ചർ, യെസ്, സ്ക്രോൾ ചെയ്യാൻ ഷെമീളിലേക്ക്. എന്തോരം വേണം? അത് മതി, അത് മതി. വേറെ ആരാ വിളിച്ചേ? എന്നാ അബിയാണോ വിളിച്ചേ? സിമ്മട്രി എന്ന് വെച്ചാൽ ടീച്ചറെ, സെയിം സിമ്മട്രി. സിമെട്രിക് എന്ന് പറഞ്ഞ ഒരുപോലെ. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ, നമ്മുടെ കയ്യിൽ ഒരു ചോക്ക് പീസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് നമ്മൾ കട്ട് ചെയ്തു. സിമെട്രിക്കലായിട്ട് ഒരുപോലെയുള്ള 2 എണ്ണം കിട്ടുക എന്ന് നമ്മൾ പറയത്തില്ലേ? അതായത് എവിടെ നോക്കിയാലും ഒരുപോലെ ആയിരിക്കും. ഓക്കെ,
അതായത് ഇപ്പൊ ഈ പെൻ എടുത്തു, ഈ പെന്നിനെ ഞാനൊരു സെന്ററിൽ വെക്കുവാണെങ്കിൽ ഇതിന്റെ ചുറ്റുമുള്ളവരെല്ലാം ഈ പെന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയല്ലേ? ഈ പെന്നിനെ ഞാൻ ഈ ഭിത്തിയിലോട്ട് വെച്ചാലോ, പെന്നിന്റെ ഫ്രണ്ട് വശം മാത്രമല്ലേ ഒരുപോലെ ഉള്ളൂ, ബാക്ക് വശം അടഞ്ഞു പോയില്ലേ? അതിപ്പോ ഒരുപോലെയല്ലല്ലോ ഇരിക്കുന്നത്. അതാണ് സിമെട്രി എന്ന് പറയുന്നത്. എങ്ങനെ നോക്കിയാലും ഒരുപോലെ ഇരിക്കുക. അതിപ്പോ ഒരു സ്പിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലായിടവും ഒരുപോലെ തന്നെയായിരിക്കും. ഒരു പോയിന്റ് ഇട്ടിട്ട് അതിന് ചുറ്റുമുള്ളവരെല്ലാം സിമെട്രിക്കൽ ആയിരിക്കും. ഇപ്പൊ ഒരു ആക്സിസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരിക്കലും സിമെട്രിക്ക് വരില്ല. ഇപ്പൊ 2p എക്സ് ആക്സിസിൽ മാത്രമേ വരുള്ളൂ. അതാ എക്സ് ആക്സിസിൽ ഇങ്ങനെ തന്നെയായിരിക്കും നിൽക്കുന്നത്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ ആയിരിക്കത്തില്ല. ഇന്റർന്യൂക്ലിയർ ആക്സിസ് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് ആ ആറ്റത്തിന്റെ ഉള്ളിൽ കൂടിയാ കടന്നു പോകുന്നത്. ആറ്റത്തിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്കും അതെല്ലാടും ഒരുപോലെ തന്നെയായിരിക്കും വരുന്നത്. ആറ്റത്തിന്റെ ഉള്ളിൽ കൂടി നേരെ പോകും. ഓക്കെ, ആറ്റത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ ആക്സിസിന് എല്ലായിടത്തും ഒരുപോലെ കിട്ടുമോ? ഇല്ല. ടീച്ചർ, യെസ്, ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് പറഞ്ഞില്ലായിരുന്നു? അതിൻ്റെ അകത്ത് രണ്ടാമത്തെ പോയിന്റ് ഇല്ലേ, ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഈസ് ടേക്കൺ. The internuclear axis is taken to be in the z direction. അത് എന്നാന്നറിയോ? അതാ ഞാൻ പറഞ്ഞത്, അറ്റോമിക് ഓർബിറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ് വൈ ഇസഡ് ആക്സിസ് വരയ്ക്കത്തില്ലേ മോനെ? അതില് ആ അറ്റോമിക് ഓർബിറ്റലിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നതിനെ ഇസഡ് ആക്സിസ് എടുക്കാൻ. നമ്മളിപ്പോ ആക്സിസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എക്സ് വൈ ഇസഡ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, രണ്ട് ആറ്റോമിക് ഓർബിറ്റൽസ് നമ്മൾ കമ്പൈൻ ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നേരെ പോകുന്ന ആക്സിസ് ഇസഡ് ആയിട്ട് എടുക്കുക. ഇങ്ങനെയുള്ളതപ്പോ എക്സ്, ഇങ്ങനെ ചെരിഞ്ഞു പോയാൽ വൈ. ഉള്ളിൽ കൂടി പോകുന്നതിന് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, സിമെട്രിക്കൽ ആയിരിക്കും. നേരെ പോയി കഴിഞ്ഞാൽ നടുക്കൂടെ മാത്രം രണ്ട് പീസായി പോയില്ലേ, അപ്പൊ അത് ഒരുപോലെ ഇരിക്കത്തില്ല. ചെരിഞ്ഞു പോയി കഴിഞ്ഞാലും പറ്റത്തില്ല. കറക്റ്റ് സെന്ററിൽ കൂടി നേരെ പോയാൽ മാത്രമേ ഒരുപോലെ ഇരിക്കുള്ളൂ. ആ ആക്സസ് എല്ലാവർക്കും ഒരുപോലെ ഇരിക്കത്തുള്ളൂ. അതാ പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇന്റർന്യൂക്ലിയർ ആക്സിസ് നമ്മൾ ഇസഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇന്റർന്യൂക്ലിയർ ആക്സിസുകൾ എപ്പോഴും സിഗ്മ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആക്സിയൽ ഓവർലാപ്പിംഗ്, ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആക്സിയൽ ഓവർലാപ്പിംഗ് സിഗ്മ. അപ്പൊ ബാക്കിയുള്ള രണ്ട് ഓർബിറ്റലുകൾ ഇല്ലേ, ഇസഡിന് ഇന്റർന്യൂക്ലിയർ ആക്സിസിന് എടുത്താൽ എക്സും വൈയും ഇന്റർന്യൂക്ലിയർ അല്ലല്ലോ, അവരപ്പൊ ലാറ്ററലായിരിക്കും, അവര് പൈ ബോണ്ട് ആയിരിക്കും ചെയ്യുന്നത്. അതവിടെ പറഞ്ഞു. ടീച്ചറെ, ഈ കണ്ടീഷൻസില് മറ്റേ മാക്സിമം എന്ന് ഉദ്ദേശിച്ച നന്നായി ഓവർലാപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ചുമ്മാ ഒരു എന്താ പറയാ, അത്ര വലിയ എനർജി ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓവർലാപ്പിംഗ് അല്ല, നല്ല സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് ഓവർലാപ്പിംഗ് എന്ന് പറയാം. മാക്സിമത്തിൽ തന്നെയാണോ മറ്റേ ആക്സിയൽ ലാറ്ററലൊക്കെ? അത് തന്നെ. നമ്മളിപ്പോ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ ഇത് ആക്സിയൽ അല്ലേ, ചുമ്മാ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചാൽ അത് ആക്സിയലാ. ഓക്കെ, അത് ഞാൻ നന്നായിട്ട് കയറ്റി ഇങ്ങനെ പിടിച്ചാലും അത് ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ലേ. അപ്പൊ മാക്സിമം ഓവർലാപ്പിംഗ് നടന്നു, പറ്റാവുന്നിടത്തോളം ഓവർലാപ്പ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ ടീച്ചർ, താങ്ക് യു. യെസ്.